കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ബോൾ ആക്രമണം. ആസിഡ് ബോൾ ആക്രമണം നടത്തിയ പിതാവ് അറസ്റ്റിലായിരിക്കുന്നു. പിതാവ് PV സുരേന്ദ്രനാഥാണ് അറസ്റ്റിലായത്. സാരംഗ് വിവരങ്ങളുമായുണ്ട്. സാരംഗ്, ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതെപ്പോഴാണ് ഈ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ആക്രമണം നടത്തിയത്? എന്തിനാണ് ഇവരുടെ പരിക്ക്, പൊള്ളൽ അത് എത്രത്തോളം ഗുരുതരമായിട്ടുണ്ട്? അക്ഷയ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ചിറ്റാരിക്കൽ കമ്പല്ലൂരിലെ വീട്ടിൽ വെച്ച് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന PV സുരേന്ദ്രനാഥ് തന്റെ മകനായ സിദ്ധുനാഥിനെയും ഭാര്യ ആശയെയും ആസിഡ് ബോൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ഒരു അതിക്രൂരമായ ഒരു ആക്രമണം നടത്താനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് സുരേന്ദ്രനാഥ് എത്തിയിരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ സുരേന്ദ്രനാഥിന്റെ മകനായ PV സിദ്ധുനാഥിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സിദ്ധുവിനെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ തലനാരിഴയ്ക്കാണ് ഭാര്യ ആശ ഓടി മാറിയത്. അതുകൊണ്ട് അവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് അയൽക്കാരും നാട്ടുകാരും വീട്ടിൽ നടന്ന ഇത്രയും ഹീനവും ക്രൂരമായ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം പുറംലോകം അറിയുന്നതും പോലീസിന് മുൻപിലേക്ക് പോകുന്നതും. എന്തായാലും ഇപ്പോൾ PV സുരേന്ദ്രനാഥിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്നിട്ടുള്ള അതിക്രമം എന്ന തരത്തിൽ ഇനി ഒരു സമാനമായ വീട്ടിൽ ഐസ്ക്രീം ബോളിൽ ആസിഡ് നിറച്ചാണ് ഇവർക്ക് നേരെ, അതായത് സ്വന്തം ഭാര്യയ്ക്കും സ്വന്തം മകനും നേരെ ഇയാള് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് എന്തിനായിരുന്നു? വീട്ടിൽ തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴായിരുന്നു? ആസൂത്രിതമായിട്ട് ചെയ്തതാണോ? എങ്ങനെയാണ് ഈ സംഭവം? ഇയാൾ ഈ ഒരു കുറ്റകൃത്യത്തെ പറ്റി എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അക്ഷയ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കാസർഗോഡ് ചിറ്റാരിക്കാൽ കമ്പല്ലൂരിലെ വീട്ടിൽ വെച്ച് സുരേന്ദ്രനാഥ് ഈ അമ്മയെയും മകനെയും, സ്വന്തം ഭാര്യയും മകനെയും പരിക്കേൽപ്പിക്കുന്നത്. ഒരു നിസ്സാരമായ കുടുംബ വഴക്കിന്റെ പേരിലാണ് ഇത്രയും അതിക്രൂരമായിട്ടുള്ള ഒരു അക്രമത്തിന് സുരേന്ദ്രനാഥ് ഒരുങ്ങിയത്. ഐസ്ക്രീം ബോളിനകത്ത് ആസിഡ് നിറച്ചു കൊണ്ടുവന്ന് ഇവർക്ക് നേരെ എറിയുകയായിരുന്നു. മകന് ഗുരുതരമായ പരിക്കേറ്റു. മകനായ സിദ്ധുനാഥിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഭാര്യയായ ആശ ഓടി മാറിയതിനാൽ മാത്രം തലനാരിഴയ്ക്ക് ഇത്രയും ഗുരുതരമായ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനെ തുടർന്ന് തന്നെയാണ് ഇവർ അടുത്തുള്ള വീടുകളിലേക്കും മറ്റു സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സിദ്ധുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായതും ഒരു അപകട നിലയിൽ നിന്ന് നിലവിലിപ്പോൾ സിദ്ധുവിന് തരണം ചെയ്യാനായതും. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരു കൃത്യവും ശക്തവുമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമത്തിനെതിരെയുള്ള വകുപ്പുകൾ കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ സുരേന്ദ്രനാഥിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അക്ഷയ, സാരംഗ്, ഇയാൾക്ക് ഈ ആസിഡ് എവിടെ നിന്ന് കിട്ടി? എന്ത് ആസിഡാണ്? അതായത് ഇങ്ങനെ വീട്ടിൽ തന്നെയുള്ള ആളുകളെ ആസിഡ് ആക്രമണം വീട്ടിൽ തന്നെ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഞെട്ടലുണ്ടല്ലോ. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ. ഒപ്പം തന്നെ മുൻപും ഇത്തരത്തിൽ ഈ ഭാര്യയെയും കുഞ്ഞിനെയും മകനെയും ഒക്കെ ഇയാൾ ആക്രമിക്കുകയും ഇങ്ങനെ ഗാർഹിക പീഡനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എന്താണ്? ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല സിദ്ധുനാഥ്. സുരേന്ദ്രനാഥ് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവം മുൻപ് കാണിച്ചിരുന്നില്ല. മാത്രമല്ല, കാസർഗോഡ് ചിറ്റാരിക്കാൽ ഇതൊരു കാർഷിക പ്രദേശമാണ്. റബ്ബർ തോട്ടങ്ങളും മറ്റുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃഷി ആവശ്യങ്ങൾക്കായി ചെറിയ തോതിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് ആവാം ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വരികയുള്ളൂ. അക്ഷയ.